മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിലയും നൂറയും അനുമോളും കൂടെ സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് അവർ മിണ്ടി തുടങ്ങിയത്. അനീഷേട്ടൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അനുമോൾ ആദിലയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നൂറയോട് പറയരുത് എന്നൊക്കെ, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അനീഷേട്ടനെ അനുവിനെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർ ബെഡ്റൂമിൽ പോയി കിടക്കുന്ന സമയത്ത് ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അനുമോൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മിണ്ടി തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അനുമോൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് തൊട്ട് പയറുകറിക്ക് വേണ്ടി കച്ചറ ഉണ്ടാക്കിയല്ലോ, അത് ആദില മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നുണ്ട് അനുമോൾ. അപ്പോൾ ആദില പറയുന്നുണ്ട്, എനിക്ക് എന്താ വിളമ്പി കൊടുക്കാൻ പറ്റൂലേ, നിനക്ക് തന്നെ വിളമ്പണം എന്ന് എത്ര നിർബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ എല്ലാത്തിനും നല്ല തക്കമായ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അനുമോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു പണി ചെയ്യാനും ഒരു മടിയുമില്ല, അതുപോലെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുകയും അത് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ അതൊരു സുഖം കിട്ടാനുണ്ട്. അപ്പോൾ അത് നീ തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ട് വെറുതെ മനഃപൂർവ്വം ശ്രമിച്ചതാണ്, അവിടെ നീ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ കറി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ബാക്കിയുള്ളത് കൊണ്ടാണ്, ചോറ് ഫ്രിഡ്ജിൽ കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ ബാക്കി വരുന്ന ചോറ് കഴിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം, അനുമോൾക്ക് വേണ്ടിയുള്ളതല്ല. ആ ബാക്കി വരുന്ന ചോറ് കഴിക്കണമെങ്കിൽ കറിയും അതിന് ബാക്കി വേണം, അതുകൊണ്ട് മാറ്റി വെച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അതിലിരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചധികം പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് സാബുമോൻ നന്നായിട്ട് ഹെൽത്ത് നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവന് അധികമായിട്ട് വേണം, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും അവന് അവിടെ നിന്ന് പോകില്ല, അവിടെ നിന്ന് നോക്കി കുറച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോൾ 2ാം പ്രാവശ്യം വിളമ്പാൻ നോക്കിയ സമയത്ത് അക്ബറിന് വിളമ്പാൻ നോക്കിയപ്പോൾ അക്ബർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അക്ബർ അതിൻ്റെ ഇടയ്ക്ക് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അക്ബർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എന്തിനാ അപ്പോൾ ഇറക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അത് അനുമോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ കൂടെ അക്ബറും ഷാനവാസും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അനുമോൾ. പിന്നെ അതിനുശേഷം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും തന്നെ അനുമോൾ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. കേട്ടിടത്തോളം ഫുൾ ശരിയും അനുമോളെ കയ്യിൽ തന്നെയായിരുന്നു. മറ്റുള്ളവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ലൈവ് കണ്ട വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.